അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പറയുന്നുണ്ടായിരിക്കാം പലപ്പോഴായിട്ടും. അതായത് പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങി പോവാം. കുറേ നാളൊരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് എവിടെയാണ് എന്താണ്. അപ്പം നിങ്ങളൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എവിടെ പോയി, എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഇനി കാണാൻ പറ്റുമോ, പെട്ടെന്നെല്ലാം സ്റ്റക്കായ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്ന് പോലും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പെട്ടെന്നൊന്ന് സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇടയ്ക്കെങ്കിലും എന്നുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും നിങ്ങൾ തിരിച്ചിങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ റിലേഷൻഷിപ്പിൽ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഒരു പേഴ്സൺ തിരികെ വരുന്ന സമയത്ത് ആ ഒരു റീസൺ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളോ എന്ന് തോന്നാം. സോ അത്രയും ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ അത് അത്രയും ചെറിയൊരു കാര്യമായിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു പാനിക് ആകുന്ന അല്ലെങ്കിൽ ഒരു ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പോലെ നിങ്ങൾ ഇനി എന്താണ് ആ ഒരു പേഴ്സൺ വരില്ല എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാടധികമായിട്ട് സ്നേഹമുണ്ട്. ഭയങ്കര ഈ റിലേഷൻഷിപ്പിനെ ഒരു മാരേജിലേക്കൊക്കെ എത്തിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മൂഡ് സിങ്സ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടായിരിക്കാം. കുറച്ചൊരു ചൈൽഡിഷ് ആയിട്ടൊക്കെ ഒരു ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണോട്. പലപ്പോഴും സീരിയസ് ആയിട്ട് അവർ പല കാര്യങ്ങൾ പറയുമ്പോഴും കുറച്ചൊരു ചൈൽഡിഷ്നെസ് കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങനെ ഒരു കുട്ടിത്തം കാണിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണോട്. സോ അവർക്ക് അറിയാം നിങ്ങൾ കുറേയധികം സ്നേഹം ആഗ്രഹിക്കുന്ന ഈ ഒരു പേഴ്സണുടെ അടുത്ത് നിന്ന് നിങ്ങൾ കുറേയധികം സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു ഭയങ്കര കാര്യമായിട്ട് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചൈൽഡിഷ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴും അവർ നിങ്ങളെ ഭയങ്കര ദേഷ്യത്തോടൊന്നും തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടർ കുറേയധികം മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കുറേയധികം അവർ അടുത്തറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ തന്നെ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കുറെ കൂടി സ്നേഹം കൂടുതലായിട്ടും ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നൊക്കെ തന്നെ അവർക്ക് അറിയാം. സോ അതുകൊണ്ട് അവർ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നതായിട്ടും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കണം എന്ന് തന്നെയാണ്. പഴയതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇനിയും അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. അവരുടെ ഡേ, അതായത് സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കണം. കാരണം അത്രയധികമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഇമ്മച്വർഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും കുറച്ച് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെയും ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ കുറച്ച് ഇതായിരിക്കാം. കാരണം കുറച്ചൊരു പല കാര്യത്തിലും നിങ്ങൾ ചിലപ്പോൾ സീരിയസ് ആയിട്ടൊന്നും തന്നെ എടുക്കാറില്ലായിരിക്കാം. നിങ്ങളിങ്ങനെ ഭയങ്കര ഒരു ഫ്ലോയിൽ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുമ്പോഴായിക്കോട്ടെ മെസ്സേജ് ചെയ്യുമ്പോഴായിക്കോട്ടെ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണെങ്കിൽ നിങ്ങളത് ഹൈഡ് ചെയ്യാതെ തന്നെ അവരോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഇമ്മച്യൂർഡ് ആയിട്ടൊക്കെ പല കാര്യത്തിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. അവരതൊക്കെ തന്നെ അവർക്കറിയാം കുറച്ച് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ തന്നെ. അവർ ആ ഒരു സമയത്ത് പോലും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ തന്നെ ഭയങ്കര ഡ്രീം ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, നിങ്ങളായിട്ടുള്ള ഒരു ഫ്യൂച്ചർ, മാരേജ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അവരെപ്പോഴും ഇങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ട്. കൂടുതലും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം ഫ്യൂച്ചർ. അതും നിങ്ങളും അവരുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫൊക്കെ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ കൂടുതലും
ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ പോലും ഇവരിങ്ങനെ ഡ്രീം കാണുന്നുണ്ട്. ഒരു രാത്രി സമയങ്ങളിൽ പോലും അവരിങ്ങനെ അവരായിട്ട് തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവരായിട്ട് തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്നത്തിൽ കൂടി പോലും അവരിങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അത്രയധികം അവർക്ക് നിങ്ങളോട് ഭയങ്കര അഡിക്ഷനാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് ലൈഫിലേക്ക് വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ അഗെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡിലും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എനർജി പറയുന്നതും സെയിം ആണ്. അവർ കൂടുതലും നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ പിണക്കം വരുന്ന സമയത്തൊക്കെ തന്നെ ഇങ്ങനെ അവരൊരു പാനിക്കായിട്ടുള്ളൊരു അവസ്ഥ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിലും പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഒരു ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങളെ ചിലപ്പോൾ വഴക്കിടുന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഇനി റിലേഷൻഷിപ്പിൽ നിന്ന് പൊക്കോ എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പേഴ്സൺ പോകാൻ തയ്യാറല്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷനാണ് നിങ്ങളോട് ഇവർക്കുള്ളത്. ഒരു പാഷനാണ് അവർക്ക് നിങ്ങളൊരു പാഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങളായിട്ട് തന്നെ ഇനി റിലേഷൻഷിപ്പിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. അവരായിട്ട് തന്നെ പോവില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, നിങ്ങളെ കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഒന്ന് നേരിൽ കാണാനോ ഒന്നും തന്നെ ചിലപ്പോൾ സാധിക്കാതെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഒരുപാടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാർഡ്സിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് ഇവിടെ നോക്കാം. ടോക്കറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നമ്പർ 2 കിട്ടിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏപ്രിൽ മന്താണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്പർ 4 ആണ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്പർ 10 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് മൺഡേ എന്നുള്ളൊരു ഡേ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കാം. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് 777 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ്. ഇതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. ഏഞ്ചൽ നമ്പറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. മേ ബി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഡാൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഡാൻസ് കുറേയധികം ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് റെഡ് കളറാണ്. റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളറും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ബി ആണ്. ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട്, 39 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ മേ ബി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കൂടി അട്രാക്ഷൻ തോന്നുന്നൊരു നിറമായിരിക്കും ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത്. ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കുറേ പേരുടെയെങ്കിലും. ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ഇ ആണ്. ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് കിട്ടി